ഹായ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അവര് ഈ വാർത്ത കൊടുക്കുന്നത് 2023 മെയ് മാസം 4-ാം തീയതിയാണ്. അവിഹിത ബന്ധം ചോദ്യം ചെയ്ത ഭാര്യയെ തല്ലി CPM നേതാവിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. ഇതാണ് ആ വാർത്ത. പക്ഷെ കഴിഞ്ഞ ദിവസം അവർ ആ വാർത്തയുടെ തലക്കെട്ട് എഡിറ്റ് ചെയ്തു. ആലപ്പുഴയിൽ CPM നേതാവിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്നാണ് ഇപ്പോ ആ വാർത്തയുടെ തലക്കെട്ട്. നോക്കൂ, നേരത്തെ കൊടുത്തത് അവിഹിത ബന്ധം ചോദ്യം ചെയ്ത ഭാര്യയെ തല്ലി CPM നേതാവിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്നായിരുന്നെങ്കിൽ, കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ CPM നേതാവിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്നാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധം ചോദ്യം ചെയ്ത ഭാര്യയെ തല്ലി എന്നത് അതിൽ നിന്ന് എടുത്തു മാറ്റി. എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് 2023 മെയ് 4-ന് കൊടുത്ത ആ ഒരു വാർത്ത 2024 നവംബർ 30-ന് തിരുത്തുന്നത്? എന്തൊരു കരുതലാണെന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. 2023 മെയ് മാസം 4-ാം തീയതി പാർട്ടി സസ്പെൻഡ് ചെയ്ത ആ നേതാവുണ്ടല്ലോ, CPM നേതാവ്, ആ നേതാവ് കഴിഞ്ഞ ദിവസം BJP-യിൽ ചേർന്നു. അപ്പൊ പിന്നെ BJP-യിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ടല്ലോ. അത് ഈ നാടിനകത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്കും BJP-യുടെ നേതാക്കന്മാർക്കും വലതുപക്ഷ വർഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ടല്ലോ, ഈ നാട്ടിലെ മാധ്യമങ്ങൾ നൽകുന്ന പ്രിവിലേജ്. അവരെ ധാർമ്മികത പഠിപ്പിക്കാനോ അവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഈ നാടിന്റെ മുന്നിൽ വിളിച്ചു പറയാനോ ഒന്നും ഈ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറാവില്ല. എന്തായാലും BJP-യിലേക്ക് ചേക്കേറിയപ്പോഴേക്കും ആ നേതാവിനെതിരായി കൊടുത്ത അവിഹിത ബന്ധത്തിന്റെയും ഭാര്യയുടെ അടുത്ത് നിന്ന് തല്ല് കിട്ടിയതിന്റെയും ഒക്കെ വാർത്ത ഇത്ര പെട്ടെന്ന് മുക്കിക്കളഞ്ഞല്ലോ ഏഷ്യാനെറ്റ് എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഈ ബിപിൻ സി ബാബു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളൊക്കെ കൂടെ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ എന്തൊരു ആയുധം കിട്ടിയെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കൊണ്ടുവന്ന വാർത്തയായിരുന്നു. പക്ഷെ സംഗതി അടപടലം പാളിപ്പോയി. ഒരു വർഷം മുന്നേ പാർട്ടി സസ്പെൻഡ് ചെയ്ത, ചവിട്ടി പുറത്താക്കാൻ വേണ്ടി പാർട്ടി കാത്തിരുന്ന ഒരാളെയാണ് BJP എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടോ, CPM-ൽ ഇപ്പൊ മതനിരപേക്ഷത ഇല്ല, അതുകൊണ്ടാണ് ഞാൻ BJP പോയത് എന്നാണ്. ഏത് മതനിരപേക്ഷത? BJP-യിൽ നല്ല മുതലാണ്. എന്തായാലും പാർട്ടി ചവിട്ടി പുറത്താക്കാൻ വേണ്ടി പാർട്ടി ഓഫീസിന്റെ പുറത്ത് ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുന്ന ഒരുത്തൻ എടുത്തുകൊണ്ട് പോയി, എന്നിട്ട് അത് വലിയ ആഘോഷാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എന്തായാലും അയാൾക്കെതിരെ മുമ്പ് കൊടുത്തോണ്ടിരുന്ന വാർത്തകളൊക്കെ ഇപ്പോ BJP-യിൽ എത്തിയപ്പോൾ തിരുത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാടിനകത്തെ മുഖ്യധാര മാപ്രകൾ എന്നുള്ളതാണ്. എത്രത്തോളമാണ് ഇവിടുത്തെ വലതുപക്ഷത്തിന് വേണ്ടി, വർഗീയവാദികൾക്ക് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത് കേവലം ഇടതുവിരുദ്ധത മാത്രമാണ് എന്നത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണ പരിപാടിക്ക് ക്ഷണിച്ചില്ല ലീഗിന് അതൃപ്തി എന്നുള്ളതാണ്. ഈ വയനാട്ടിലെ ലീഗുകാരുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് മറ്റൊരാൾക്കും ഉണ്ടാവരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ആലോചിച്ച് നോക്കി, പോസ്റ്റർ ഒട്ടിക്കാൻ ലീഗ് വേണം, നാട്ടുകാരുടെ അടുത്ത് വോട്ട് തണ്ടാൻ ഇതേ ലീഗ് വേണം, പരിപാടി നടത്താൻ, പ്രകടനം വിളിക്കാൻ, പ്രചരണം നടത്താൻ ഒക്കെ ലീഗ് വേണം. പക്ഷേ സ്വീകരണ പരിപാടി വന്നപ്പോൾ ലീഗിനെ വേണ്ട. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി, ആത്മാഭിമാനത്തിന്റെ കണികയുണ്ടെങ്കിൽ, ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലീഗുകാര് വയനാട്ടിൽ കോൺഗ്രസിന് ജയ് വിളിച്ചടക്കും. സ്വന്തം കൊടി പോലും ഉയർത്താൻ അനുവദിക്കാതെയല്ലേ ലീഗിനെ കൊണ്ടു നടക്കുന്നത്. എന്തായാലും പ്രിയങ്ക ഗാന്ധി വന്ന ചടങ്ങിൽ, ജയിച്ചതിന് ശേഷം പ്രിയങ്ക ഗാന്ധി വന്ന ചടങ്ങിൽ, സ്വീകരണ പരിപാടിയിൽ ലീഗിനെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാനും ലീഗ് അണികളുടെ നൊമ്പരത്തോടൊപ്പം ചേരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, വയനാട് ദുരന്തത്തിൽ കേന്ദ്രം തുടരുന്ന അവഗണനക്കെതിരെ LDF-ന്റെ പ്രക്ഷോഭം, രാജ്ഭവൻ മാർച്ചും സംസ്ഥാന വ്യാപക പ്രതിഷേധവും. 2024 ഡിസംബർ 5-നാണ് LDF-ന്റെ ഈ പ്രക്ഷോഭം നടക്കാൻ പോകുന്നത്. നോക്കൂ, കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു സമരവും അതിന്റെ ഭാഗമായി കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് തല്ല് കിട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിനകത്ത്.
യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആർക്കെതിരെയാണ് സമരം നടത്തുന്നത്? സംഘപരിവാർ നേതൃത്വം നൽകുന്ന കേന്ദ്ര ഭരണകൂടം ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിപ്പോയല്ലോ. വലിയ അവഗണന ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തോട് കാണിക്കുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം ശബ്ദിക്കാൻ ഈ ആളുകൾ തയ്യാറാവുന്നുണ്ടോ? നേരത്തെ ജയിച്ചു പോയപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വയനാടിനെ നന്നായിട്ട് അറിയുന്ന ആളാണല്ലോ. പ്രിയങ്ക ഗാന്ധിക്ക് അറിയില്ലേ? അറിയുന്നാണല്ലോ അവരൊക്കെ ഇവിടെ വന്ന് വോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. മലയാളമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ. എന്തേ വയനാടിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായ സഹായം ചോദിച്ചു വാങ്ങിത്തരാൻ ഇവർക്കൊന്നും കഴിയാത്തത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ UDFന്റെ MP മാർ, BJPക്കാരന്റെ കാര്യം പോട്ടെ, തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപി 10 മന്ത്രിമാരെ തന്റെ ചൊൽപ്പടിക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ചു പോയ ആള് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഉത്തരം നൽകുന്നത് നമുക്കറിയാം. മനുഷ്യന്മാരല്ലല്ലോ, മനുഷ്യത്വം ഉണ്ടാവില്ലല്ലോ. ആ രീതിയിലാണ് അവരിടപെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ UDFന്റെ MP മാർ എന്തേ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു അക്ഷരം മിണ്ടാത്തത്? കെ സുധാകരൻ MP അല്ലേ? KPCC പ്രസിഡന്റ് അല്ലേ? എന്തേ കേന്ദ്രത്തിന്റെ ഈ അവഗണനക്കെതിരെ ഒരു അക്ഷരം മിണ്ടാത്തത്? അപ്പൊ അതൊന്നുമില്ല. എങ്ങനെയെങ്കിലും കേരള സർക്കാരിനെതിരെ നോക്കൂ നിങ്ങൾ. ഈ പ്രദേശത്തെ ഒരു പഞ്ചായത്തിനകത്ത് നിന്ന് ഈ അടുത്ത കാലത്ത് പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഈ ദുരന്തബാധിത പ്രദേശത്തെ മനുഷ്യർക്ക് കൊടുത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ട്? കോൺഗ്രസ് ഭരിക്കുന്ന UDF ഭരിക്കുന്ന പഞ്ചായത്തായിരുന്നില്ലേ ആ നെറികേട് ചെയ്തത്? എന്നിട്ട് കഴിഞ്ഞ ദിവസം തെരുവിലിറങ്ങി പിണറായിനെ തെറി വിളിക്കുകയാണ്, കേരള പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ സമരം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിലേക്കല്ലേ? കേന്ദ്ര ഗവൺമെന്റിനെതിരായല്ലേ ഇവരുടെ സമരം ഉണ്ടാവേണ്ടത്? പക്ഷെ അത് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്ത് ചെയ്യാവുന്നതിന്റെ പരമാവധി കേരളത്തിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സാധ്യമാക്കാവുന്നതെല്ലാം കേരളത്തിലെ സർക്കാർ സാധ്യമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചല്ലോ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എത്ര കോടിയാണ് ചെലവഴിച്ചത്. ഇതിനോടകം തന്നെ ഈ വയനാട് ദുരിതാശ്വാസ മേഖലയിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇതൊന്നും കാണാതെ, ഇതൊന്നും വാർത്തയാക്കാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനക്കെതിരെ സംസാരിക്കാതെ ഇപ്പോഴും കേരള സർക്കാരിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടർ. അവിടെയാണ് ഈ വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനക്കെതിരായി LDFന്റെ രാജ്ഭവൻ മാർച്ചും സംസ്ഥാന വ്യാപക പ്രതിഷേധവും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ പ്രാധാന്യമുള്ളൊരു വാർത്ത തന്നെയാണ്. ആ സമരത്തിന് ഐക്യദാർഢ്യപ്പെടേണ്ടത് ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന് മുന്നിൽ ഈ നാടിനെ കരുത്തോടെ നയിക്കുന്ന ഇടതു സർക്കാരിന് പിന്തുണ നൽകേണ്ടത് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.